കേരളത്തിൻ്റെ ഒരറ്റമായ കാസർഗോഡാണ് മനോരമ ഓൺലൈൻ വോട്ട് ഓൺ വീൽസ് എത്തി നിൽക്കുന്നത്. സപ്തഭാഷാ സംഗമ ഭൂമിയിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കാസർഗോഡ് ചൂട് കൂടുതലാണെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂട് കുറവാണ്. പ്രധാന കവലകളിലും ടൗണുകളിലും മാത്രമാണ് പോസ്റ്ററുകളും മറ്റും കാണാനുള്ളത്. സ്ഥാനാർത്ഥി പര്യടനം മുറ പോലെ നടക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ പങ്കാളിത്തവും കുറവാണ്. തിരഞ്ഞെടുപ്പിനോട് വലിയ താല്പര്യമില്ലെന്ന് ആളുകളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. നിലവിലെ എം പിയായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് UDF സ്ഥാനാർത്ഥി. MV ബാലകൃഷ്ണനാണ് LDF സ്ഥാനാർത്ഥി. യുവതിയായ ML അശ്വിനിയാണ് BJP സ്ഥാനാർത്ഥി. കാസർകോട്ടെ 7 നിയമസഭാ മണ്ഡലത്തിൽ 2 മാത്രമാണ് UDFനുള്ളത്. അത് രണ്ടും മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. ബാക്കി 5 മണ്ഡലങ്ങളും LDF ആണ്. അതുകൊണ്ട് ഇത്തവണ ലോക്സഭാ മണ്ഡലവും അനായാസം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് LDF. MV ബാലകൃഷ്ണനോ ML അശ്വിനിയോ തനിക്ക് എതിരാളിയല്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ NDA ഗൗരവമായി കാണുന്നില്ലെന്നും അതിനാലാണ് ML അശ്വിനിയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. MV ബാലകൃഷ്ണനും മണ്ഡലത്തിൽ വലിയ സ്വാധീനമില്ല. അതുകൊണ്ട് ഇത്തവണയും ജയം ഉറപ്പാണെന്നും ഉണ്ണിത്താൻ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ആ ഭൂരിപക്ഷം 2 ഇരട്ടിയായി വർദ്ധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നടപടിക്രമങ്ങളിൽ ജനങ്ങൾ അസ്വസ്ഥരാണ്, അസംതൃപ്തരാണ്. ഈ 2 ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു വിധിയെഴുത്തിനായി ജനങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് ജനങ്ങളുടെ മനോഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം 2 കൂട്ടരും ഈ തെരഞ്ഞെടുപ്പിനെ അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അത് നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുമ്പോൾ മനസ്സിലാവും. BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇത് ബ്ലോക്കിലേക്കുള്ള മത്സരമല്ലല്ലോ, പാർലമെൻറ്റിലേക്കുള്ള മത്സരമല്ലേ. അവരൊരു ഗൗരവമുള്ള തെരഞ്ഞെടുപ്പായി ഇതിനെ കണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കൂ. K. സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു, കൊള്ളാം, സ്റ്റേറ്റ് പ്രസിഡൻറ്റ്. കൃഷ്ണദാസുണ്ട്, ശ്രീകാന്തുണ്ട്, രവീന്ദ്രനാഥ് കുണ്ടാറുണ്ട്. അവർക്ക് കൊടുക്കാതെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ കൊടുത്തതിൽ നിന്ന് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. മനസ്സിലായോ? എന്തോ അവിശുദ്ധ ബന്ധമുണ്ട്, അവിഹിത ബന്ധമുണ്ട്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞ് നാറുന്നു എന്ന് പറഞ്ഞ പോലെ കാസർഗോഡ് എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പിടിച്ച് പാർലമെൻറ്റിൽ മത്സരിപ്പിച്ച് ഒരു ഗൗരവം ഈ തെരഞ്ഞെടുപ്പിന് കിട്ടാതെ പോയത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായി കാണുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അവരുടെയും മുദ്രാവാക്യം അന്ധമായ കോൺഗ്രസ് വിരോധം. EMS പറഞ്ഞില്ലേ, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഏത് ചെകുത്താന്മാരെയും കൂട്ടുപിടിച്ചും പിടിച്ച് ആ ചെകുത്താനാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അവിടെ കൊണ്ടെത്തിച്ചവർ. അവർക്ക് കോൺഗ്രസ്, നിങ്ങൾ ദേശാഭിമാനി എടുത്ത് വായിച്ചു നോക്ക്. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോകുന്നെങ്കിൽ അവരെ പിന്തിരിപ്പിക്കേണ്ട പാർട്ടിയാണ് ഇവർ. ഇവർ പറയുന്ന ദേശീയതയാണ്, ഇവർ പറയുന്ന മതേതരത്വമാണ്, ഇവർ അപ്പോൾ ആരെങ്കിലും ഒരാൾ കോൺഗ്രസ് വിട്ട് പോകുമ്പോൾ പറയണം, നിങ്ങൾ പോകരുത്, ഫാസിസത്തിൽ പോകരുത്, നിങ്ങൾ കോൺഗ്രസ്സിൽ നിൽക്കണം. ഇത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരുത്തം പോകുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും ചാടിച്ചു കൊണ്ടുപോയി BJP എത്തിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയായി മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു. ഇപ്പോൾ 8 കൊല്ലം ഭരിച്ചു വിത്തെടുത്ത് കുത്തതിനെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ മിക്കവാറും മുഖ്യമന്ത്രി തോർത്തും പിരിച്ച് തെണ്ടാൻ ഇറങ്ങേണ്ടി വരും. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സ്ഥിതിയാണ്. ഭരിച്ച് ഈ നാട് നശിപ്പിച്ചു. മനസ്സിലായോ? അഴിമതി മാത്രമാണ് ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി. അതുകൊണ്ട് ജനങ്ങളെല്ലാം കാണുന്നു മുഖ്യമന്ത്രിയുടെ ആർഭാടം, ധൂർത്ത്, അഴിമതി, മകളുടെ കാര്യം. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ എവിടെയാണ്? ഒരു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പ്യൂൺ ചെയ്ത അപരാധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അപമാനിച്ചു, അവഹേളിച്ചു, അപകീർത്തിപ്പെടുത്തി. കാവ്യനീതി എന്ന് പറയുന്നുണ്ട്. അതാണ് ന്യൂട്ടൺസ് ലോ. ടു എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും അതിൻ്റെതായ അളവിലും തൂക്കത്തിലും ഒരു തിരിച്ചടി കിട്ടിയിരിക്കും. അതാ കവികൾ പാടിയിട്ടുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. പിണറായി വിജയൻ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം ഇപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. മനസ്സിലായില്ലേ? പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും അദ്ദേഹം ചെയ്ത ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാവില്ല. അത്ര കണ്ട് ഉമ്മൻചാണ്ടിയുടെ മനസ്സ് അദ്ദേഹം വേദനിപ്പിച്ചിട്ടുണ്ട്. പുറമേ നിന്നും വന്ന ഉണ്ണിത്താന് പകരം നാട്ടുകാരനായ തന്നെ കാസർകോട്ടെ ജനം ജയിപ്പിക്കുമെന്നാണ് MV ബാലകൃഷ്ണൻ പറയുന്നത്. പരമാവധി സ്ഥലത്ത് നേരിട്ടെത്തി പ്രചാരണം നടത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്.
പ്രചാരണ പരിപാടികളിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ LDF ശ്രമിക്കുന്നുമുണ്ട്. എന്തെന്നില്ലാത്തൊരു ഊർജം, ആ ഊർജം എന്ന് പറയുന്നത് കാസർഗോഡ് ലോകസഭാ മണ്ഡലം ഇത്തവണ ജനങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. ഇത്തവണ കഴിഞ്ഞ തവണ യാദൃച്ഛികമായി പല കാര്യങ്ങളാലും നഷ്ടപ്പെട്ടതാണ്. എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഇവരെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇത്തവണ കാസർഗോഡ് ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. അല്ലേ? എന്ത് പറയുന്നു? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാസർഗോഡ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ പോസ്റ്ററുകളാണ്. മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് അശ്വിനി പ്രചാരണം നടത്തുന്നത്. യുവതിയായ അശ്വിനി നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ബംഗളൂരു സ്വദേശിയാണ് അശ്വിനി. പെരിയ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. എന്നാൽ ഇത്തവണ അത്തരം സാഹചര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഉണ്ണിത്താന് അനായാസം ജയിക്കാൻ സാധിക്കില്ലെന്ന് ജനം വിലയിരുത്തുന്നു. 100% വിജയം, അതാണ് ഫീൽ ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലായിടത്തും ഓടിയെത്തിയിട്ടുണ്ട്. രണ്ടാം ഘട്ടം കയ്യാറായി. സോ ഇപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരു ഡെവലപ്മെൻറ്റ്സ് ഇല്ലല്ലോ. ഇപ്പോഴും നമ്മളെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കർണാടകയാണ് ആശ്രയിക്കുന്നുള്ളത്, കോളേജസ് വേണ്ടിയിട്ട്. അത് എന്തെങ്കിലും എമർജൻസി വന്ന് കഴിഞ്ഞെങ്കിൽ, നമുക്ക് കയ്യത്തായി കഴിഞ്ഞെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള കർണാടകയാണ് ആശ്രയിക്കുന്നുള്ളത്. അപ്പോൾ അവർക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം, കോളേജസ് വേണം. അതേപോലെ കാസർഗോഡ് ജില്ലയിൽ പറഞ്ഞെങ്കിൽ ഒരു വാട്ടർ റിസോഴ്സ് പ്ലേസ് ആണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് കുടിവെള്ള ക്ഷാമമുണ്ട്, അതും ആവശ്യപ്പെടുകയാണ്. മത്സ്യത്തൊഴിലാളികളടുത്ത് പോയി കഴിഞ്ഞെങ്കിൽ ഹാർബറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ടായിട്ട് ശേഷം കാസർഗോഡ് വീണ്ടും വന്നു കഴിഞ്ഞെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജില്ലയിൽ നമ്മളൊപ്പം ഉണ്ടാവുമെന്ന് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ IT പാർക്സിൻ്റെ ആവശ്യങ്ങളുണ്ട്. അതേപോലെ ചെറിയ പിള്ളേർ, പിന്നെ ഒരു സീനിയർ സിറ്റിസൺക്ക് ഈവനിങ് ഒരു വാക്കിംഗ് ടൈം, മോർണിംഗ് വാക്കിംഗ് ടൈം വേണ്ടിയിട്ട് ഒരു പാർക്സ് ഇല്ല. അതേപോലെ യൂത്ത്ക്ക് സ്റ്റേഡിയംസ് ഇല്ല കളിക്കാൻ വേണ്ടിയിട്ട്. സോ നിരവധി ആവശ്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. നരേന്ദ്രമോദിജി 2014 ശേഷം 10 ഇയേഴ്സിൽ നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ട് സക്സസ്ഫുള്ളായി. അതേ പറഞ്ഞ നരേന്ദ്രമോദിജി എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണ് മോദിജിയുടെ ഗ്യാരണ്ടി. അതേപോലെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടാവും. മോദിജിയുടെ ഗ്യാരണ്ടിയാണ്, എൻ്റെ ഉറപ്പാണ്. BJPക്ക് നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് കാസർഗോഡ്. യുവത്വത്തിൻ്റെ മുഖമായ ML അശ്വിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ കടുത്ത പോരാട്ടത്തിനാണ് BJP വഴി തുറന്നത്. അതേസമയം ഇത്തവണയും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ബൂത്ത് തലത്തിലുൾപ്പെടെ അടിത്തട്ടിലുള്ള പ്രവർത്തനമാണ് CPM നടത്തി വരുന്നത്. ഇവിടെ ഇപ്പോൾ LDF ചാൻസ്, പിന്നെ LDF പിണറായി വിജയൻ്റെ ഭരണത്തെ ആശ്രയിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ണിത്താൻ ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടാണ്. അങ്ങനെ വന്നിട്ട് കുറേ മാസം ലേറ്റ് വെച്ചല്ലാതെ വേറെ പ്രവർത്തനം ഇവിടെ ഇല്ല. വികസനമാണ് പ്രധാനം നമുക്ക് വേണ്ടത്. അതിന് LDF വന്നാലേ വികസനം നടക്കും. ഇലക്ഷനിൽ ആര് ജയിച്ച് നമുക്ക് കാര്യമൊന്നുമില്ല. നമുക്ക് മീനുണ്ടെങ്കിലേ കാര്യമില്ലൂ, അല്ലേ? നമ്മൾ മത്സ്യത്തൊഴിലാളിയാണ്. ഒത്തിരി കൊല്ലമായി പണിയെടുക്കുന്നത്, 21 കൊല്ലമായി. വീട് കിട്ടുമ്പോൾ ലോൺ കിട്ടണമെങ്കിൽ ലോൺ എടുക്കാൻ പോയാൽ പേര് റോഡ് വേണം. റോഡില്ലോനെ ഇപ്പോൾ ലോൺ കൊടുക്കുന്നില്ലോ. അപ്പോൾ റോഡില്ലാത്തതൊന്നും ലോൺ എടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് റോഡില്ലാത്ത ഒരുത്തൻ ഈ നാട്ടിൽ ലോൺ കൊടുത്തു, പണിയെടുക്കുന്നവർ ലോൺ കൊടുക്കണം, പണിയെടുക്കാത്തവനങ്ങ് കൊടുക്കണ്ട. എന്ത്? അപ്പോൾ എന്നെ സംബന്ധിച്ച് ആര് ജയിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെപ്പോലത്തെ തൊഴിലാളിക്ക് അന്നന്ന് പണിയെടുക്കുന്നവന്. ജനങ്ങളുടെ മുമ്പാകെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ജനങ്ങൾ കൃത്യമായ തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ സബ്സിഡി, അതുപോലെ തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലക്കയറ്റം, പിന്നെ ഏറ്റവും മതേതരത്വം വലിയ ഭീഷണി നേടുന്നൊരു കാലഘട്ടം കൂടിയാണ്. ജനങ്ങളെന്തായാലും ചിന്തിച്ച് വോട്ട് ചെയ്യും. വിജയസാധ്യത 100% വിജയസാധ്യതയിലൊരു മണ്ഡലമായി കാസർഗോഡ് മാറുകയാണ്. ഇടതുപക്ഷത്തിന് എന്തായാലും വിജയിക്കാൻ സാധ്യത. ഉണ്ണിത്താൻ കുറച്ച് സ്വാധീനമുണ്ട് ഇപ്പോൾ. ഉണ്ണിത്താൻ ജയിക്കും, ഉറപ്പാണ്. നമ്മൾ ബാലകൃഷ്ണമാഷയെ ജയിക്കുള്ളൂ, ജയിക്കും, അതിലൊരു സംശയവുമില്ല. ജയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാരണങ്ങൾ ചെയ്യുന്ന മാഷാണ്. വികസനം ഏറ്റവും കൂടുതൽ ചെയ്യും മാഷ് നിലയിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നമുക്ക് മാഷിൽ ഭൂരിപക്ഷം വിശ്വാസമാണ്. തൊഴിലുറപ്പിൽ തന്നെ അതിൽ ഉത്തമ ഉദാഹരണമാണ്. തൊഴിലുറപ്പ് സംഘടനയുടെ ആദ്യത്തെ ജില്ലാ സെക്രട്ടറിയും ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയായ ബാലകൃഷ്ണ മാഷ് ഒട്ടനവധി
ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും വേണ്ടില്ല, രാഷ്ട്രീയം നോക്കൂല, എല്ലാവരും മാഷ്ക്ക് വോട്ട് ചെയ്യും. നല്ല പ്രവർത്തനം. ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിൻ്റെ മെഡൽ വാങ്ങിയവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഭാഷണം. ആ രീതിയിൽ തന്നെ ജനങ്ങൾ അയാളെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഇതിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ഭാഷമോഷ വിജയിക്കും. അതെ, ഭാഷമോഷ ഒരു 50,000 വോട്ടിനേക്കും നമ്മളെ പ്രതീക്ഷ. ജയിച്ചേ മതിയാകൂലൂ. ഇന്നത്തെ സാഹചര്യത്തിന് ഭാഷമോഷ ജയിക്കണം തന്നെയാണ്. പാർലമെൻറ്റിലെത്തണം. നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ ഉയരണം. ഇലക്ഷനിൽ ആര് ജയിക്കും? ഇലക്ഷനിൽ ആര് ജയിക്കും? ആരെങ്കിലും ഒരാളെ ജയിക്കുന്നല്ലോ. LDF ജയിക്കും. LDF ജയിക്കും. LDF ജയിക്കും. നമുക്ക് ഇലക്ഷനിൽ ആര് ജയിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. ഈ പണിയെടുത്താലേ ജീവിക്കാൻ കഴിയുള്ളൂ. 3 കുട്ടികളുണ്ട്. 76 വയസ്സ് 20 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണിത്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ജനിച്ചാലും അന്ന് മുതൽ കടലിൽ പോയിരുന്ന വ്യക്തി കോൺഗ്രസ് ജയിച്ചാലും മാർക്സിസ്റ്റ് ജയിച്ചാലും വീട് നന്നാക്കാനല്ലാണ്ട് ഒന്നുമില്ല. 7 മാസത്തെ പെൻഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിൽ ഇത് എടുത്ത് ജീവിക്കണം. മോനെ 3 കുട്ടികളെ പോറ്റണം. വേറെ വഴിയൊന്നുമില്ല. ആര് ജയിച്ചാലും വലിയ കാര്യമില്ല. എനിക്ക് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് തീരെ അറിയാത്തൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ എനിക്ക് 60 വയസ്സായി. ഇതുവരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കാസർഗോഡ് തിരഞ്ഞെടുപ്പ് പ്രചാരണം അത്ര ചൂട് പിടിച്ചിട്ടില്ല. എങ്കിലും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്.